hier habe. Schau mal, Maus. Schau mal, du kriegst das Gleiche. Guck mal, gleich vorbei, gleich vorbei, gleich vorbei, gleich vorbei. Fertig! Fetish. Welches Pflaster? ബാൻഡേജ് ബാൻഡേജ് ഏത് കളർ വേണോ? അയ്യോ സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, ജർമ്മൻ മല്ലു മിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അതായത് നമ്മൾ ഫാമിലീനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ ഡോക്ടറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളവിടെ ഡോക്ടറിനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു 2 മാസമോ 3 മാസമോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ്, ഫസ്റ്റത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കൊച്ചിൻ്റെ ഇവിടുന്ന് നമ്മുടെ ജർമ്മനിയിൽ നിന്നുള്ള ഇൻഷുറൻസ് കാർഡുമായിട്ട് ഡോക്ടറെ കാണാൻ ഫസ്റ്റത്തെ അപ്പോയിൻമെൻറ്റിന് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുട്ടി എടുത്തിട്ടുള്ള വാക്സിനേഷൻ ഏതൊക്കെയാണെന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ഇവിടുത്തെ ജർമ്മനിയിലെ ഒരു വാക്സിനേഷൻ കാർഡ്, നമുക്ക് ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഒരു കാർഡ് അവർ തരും. അതിൽ ഏതൊക്കെയാണ് ഇനി എടുക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇതെല്ലാം അവർ എടുത്തിട്ടുള്ളത് ഇതിൽ നോട്ട് ചെയ്യും. ഇനി എടുക്കാനുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. ഞാനിവിടെ ഫാമിലീനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്തു, ഇവിടെ അടുത്തുള്ള കിൻഡർ ആർട്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു കിൻഡർ ആർട്സിൻ്റെ അടുത്ത് പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തു. അതൊരു 2 മാസത്തിന് 3 മാസം എടുത്തു കേട്ടോ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. അതെടുത്തതിന് ശേഷം നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്കിതേപോലെ ഒരു കാർഡും തന്നതിന് ശേഷം ഇന്നായിരുന്നു അവളുടെ ഫസ്റ്റത്തെ ഇംഫുങ്ങിൻ്റെ, അതായത് വാക്സിനേഷൻ്റെ ഡേറ്റ് തന്നിരുന്നത്. ഞങ്ങളവിടെ പോയി. നമ്മളോട് പറഞ്ഞിരുന്നത് മെനിഞ്ചൈറ്റിസിൻ്റെ വാക്സിനേഷൻ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ മാസം ലാസ്റ്റിൽ അതിപ്പോൾ ജർമ്മനിയിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആ ഒരു ഏജിൽ 10-12 വയസ്സിൻ്റെ ഇടയിലുള്ള ഏജിൽ ഇനി അത് എടുക്കേണ്ടതായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് എടുക്കാനിരുന്ന ഇഞ്ചക്ഷൻ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളുടെ അടുത്ത് മീസൽസ്, റോട്ടൽ, പിന്നെ മംസിൻ്റെ അതിൻ്റെ കോമ്പിനേഷനും പിന്നെ വിൻപോക്സിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടുള്ള വാക്സിനേഷനാണ് ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലുള്ള വാക്സിൻസ് നമ്മൾ കുട്ടികൾക്ക് എടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും ജർമ്മനിയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ക്ലൈമറ്റിലും ഇവിടുത്തെ ഫുഡ്, അങ്ങനെ ഇവിടുത്തെ ഓരോ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടുള്ള ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ടുള്ള വാക്സിനേഷന് കുട്ടികൾക്ക് എടുക്കേണ്ടതാണ് നമ്മൾ. അപ്പോൾ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ഫസ്റ്റത്തെ ഒരു കുറച്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടറുമായിട്ടുള്ള സംസാരിക്കാനുള്ളൊരു സമയം അവർ തരും. ഡോക്ടർ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന വാക്സിനേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതേപോലെ നമ്മുടെ ഒരു കൺസെൻറ്റ് തരും. അതിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക. സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഡോക്ടർ തന്നെയാണ് ഇവിടെ വാക്സിനേഷനെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കല്ലൂസിനൊരു സർപ്രൈസ് പോലെയായിരുന്നു. ഇവിടെ വരുന്നത് വരെ അവൾ അറിഞ്ഞിരുന്നില്ല എന്തിനാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മിഠായിയൊക്കെ കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു അവൾ. ഇപ്പോൾ വന്നു, ഇഞ്ചക്ഷൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു കാവടി തുള്ളി വന്നു, അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ വാങ്ങിച്ചിട്ട് പോയി എന്നുള്ള രീതിയായി. എന്തായാലും നമ്മളത് വാക്സിനേഷൻ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചീസ്.